ചെമ്മണ്ണൂർ എന്തെങ്കിലും പറയുമോ? നീതി കിട്ടുന്ന ഉറപ്പുണ്ടോ? നീതി കിട്ടുന്ന ഉറപ്പുണ്ടോ? ഇത് വേണ്ടായിരുന്നു ഒന്ന് സമാധാനമായിട്ട് സംസാരിക്കാം. ഡൗണായിട്ട് കുറച്ച് പ്രോബ്ലം കാലും പ്രഷർ ഡൗൺ ആയി ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. കാല് വീണിട്ട് പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ സമാധാനമായിട്ട് സംസാരിക്കാം. അല്ല ഇത് വേണ്ടായിരുന്നു എന്താണ് അല്ല അതല്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തില്ലെങ്കിൽ കോടതി ജയിലിലേക്ക് വിടുവോ? ഒട്ടും ചെയ്തിട്ടില്ല. ശിക്ഷിച്ചിട്ടില്ലല്ലോ. ജാമ്യം നിഷേധിച്ചിട്ടുള്ളൂ. നാളെ ജില്ലാ കോടതിയിൽ ജാമ്യത്തിന് മൂവ് ചെയ്യുന്നുണ്ട്. കോടതിയിലെ പരിഗണനയിലിരിക്കുന്നതാണ്. അദ്ദേഹം ജയിലിലേക്ക് പോവുകയാണ്. തന്നെ ശിക്ഷിച്ചിട്ടില്ല. കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ലൈംഗിക അധിക്ഷേപ പരാതിയിൽ റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചിരിക്കുകയാണ്. താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട്. ആവർത്തിച്ച് ബിജു പങ്കജ് ബോബി ചെമ്മണ്ണൂരോട് ചോദിച്ചു, അത് ചെയ്തത് തെറ്റായി എന്ന് തോന്നുന്നുണ്ടോ, അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അത് പക്ഷേ അതിന് മറുപടി പറയുന്നത് പ്രഷർ ഡൗൺ ആയി ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. കാല് വീണിട്ട് പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ സമാധാനമായിട്ട് സംസാരിക്കാം. അല്ല ഇത് വേണ്ടായിരുന്നു എന്താണ് ഉദ്ദേശിച്ചത്? അല്ല അതല്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ചെയ്തില്ലെങ്കിൽ കോടതി ജയിലിലേക്ക് വിടുവോ? ചെയ്തിട്ടില്ല. ശിക്ഷ തീരുമാനിച്ചിട്ടില്ലല്ലോ. ശിക്ഷിച്ചിട്ടില്ലല്ലോ. ജാമ്യം നിഷേധിച്ചിട്ടുള്ളൂ. നാളെ ജില്ലാ കോടതിയിൽ ജാമ്യത്തിന് മൂവ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ജയിലിലേക്ക് പോവുകയാണ്. കവാടം കടന്ന് ബിജു പറയൂ. ആവർത്തിച്ച് ബിജു ചോദിക്കുന്നുണ്ടായിരുന്നു, ചെയ്തത് തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ടോ എന്ന്. അപ്പോഴും കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും തോന്നുന്നു അല്ലേ? അതെ. കാരണം വളരെ കുറച്ച് സമയമുള്ളൂ. പോലീസുകാരുടെ ഇടയിൽ നിന്ന് കവാടത്തിലേക്ക് കടന്നു പോകാനായിട്ട് വളരെ കുറച്ച് സമയമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം മാത്രം ചോദിച്ചത്. കുറ്റബോധം ഉണ്ടോ എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചത്, ചെയ്തത് തെറ്റായി പോയെന്ന്. പക്ഷേ ആ ചോദ്യങ്ങൾ ആദ്യം ഒന്ന് പകച്ചു. പക്ഷേ ആദ്യം ഒന്ന് പകച്ചിട്ട് അതിന് മറുപടി പറഞ്ഞില്ല. അദ്ദേഹത്തിന് രോഗകാരണങ്ങളൊക്കെ പറഞ്ഞു. കാരണം BP ഡൗൺ ആയി പോയി, ഇപ്പം ഞാൻ നോർമലാണ്. പക്ഷേ ആ ചോദ്യങ്ങൾക്ക്, അതായത് ആ പ്രസക്തമായ ചോദ്യം ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ഞാൻ പലതവണ ആവർത്തിച്ചു. പക്ഷേ അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറയുന്നത്, എന്താ അങ്ങനെ ചോദിക്കുന്നത്, എന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടുകൊണ്ടാണല്ലോ, പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനാണെന്ന് കണ്ടുകൊണ്ടാണല്ലോ ഈ കോടതിയിൽ ജയിലിലേക്ക് വിട്ടതെന്ന് ചോദിക്കുമ്പോൾ കോടതി ശിക്ഷിച്ചിട്ടില്ല, നാളെ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യും എന്നുള്ള ഒരു പ്രതിരോധമാണ് അദ്ദേഹം ഉയർത്തുന്നത്. അങ്ങനെ ഏതാണ്ട് ഒരു 5 മിനിറ്റിന് ശേഷമാണ് അദ്ദേഹം ജീപ്പിൽ നിന്ന് ഇറങ്ങി ജയിലിലേക്ക് നടന്നു പോയത്. അദ്ദേഹം ഇപ്പോൾ A ബ്ലോക്കിൽ, അദ്ദേഹം സാധാരണ ഒരു ജയിലിലേക്ക് ഒരു പുതിയ ആൾ വരുമ്പോൾ അവിടെ രേഖയിൽ ഒപ്പിടിപ്പിച്ച് അതിനുശേഷം A ബ്ലോക്കിലാണ് അദ്ദേഹത്തെ പാർപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട തടവുകാരായ കരുവന്നൂർ കേസിലെ സതീശൻ വെളപ്പായും അതുപോലെ കളമശ്ശേരി സ്ഫോടന കേസിലെ ഡൊമിനിക്കും ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട തടവുകാർ. അതിന് പുറമെയാണ് ഇപ്പോൾ വ്യവസായിയായ അല്ലെങ്കിൽ ബിസിനസ് മാഗ്നറ്റായ ബോബി ചെമ്മണ്ണൂർ കൂടി ഇതിനകത്തേക്ക് വരുന്നത്. ഇപ്പോൾ